ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ നിമിഷ ബിജുവിന്റെ പുറകിൽ തന്നെ ഞാനുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും എൻ്റെ ഒരു വീഡിയോ, അതായത് നിമിഷ ബിജുയെ കുറിച്ച് റിയാക്ട് ചെയ്തിട്ടിരുന്ന ഒരു വീഡിയോ നല്ല രീതിയിൽ അങ്ങോട്ട് റീച്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മുടെ നിമിഷ ബിജു കണ്ടു. അവരെ കുറിച്ച് ഞാൻ റിയാക്ട് ചെയ്തിട്ടിരിക്കുന്ന വീഡിയോ എല്ലാം അവര് കണ്ടിട്ട് എന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അവരുടെ ലൈവിൽ പറഞ്ഞു. അപ്പൊ ഞാൻ അതൊന്ന് കേൾപ്പിച്ചു തരാം. അപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടോളൂ. നമ്മുടെ നിമിഷ ബിജു ചേച്ചിയുടെ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈവ് കഴിഞ്ഞു കേട്ടോ. അതില് എന്നെ കുറിച്ച് അവർ പറയുന്നത് എന്താണെന്നറിയാം? നൈറ്റി ചേച്ചി, നൈറ്റി ചേച്ചി എന്ന് തന്നെ പറയുന്നത്. ആ നൈറ്റി ചേച്ചി ഞാനാണ് കേട്ടോ. എല്ലാവരും കണ്ടോളൂ. നിമിഷ ബിജോയുടെ ലൈവ് കാണുന്ന എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ആരാണ് ഈ നൈറ്റി ചേച്ചി? അത് വേറെ ആരുമല്ല, SRKT വേൾഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ആ ഒരു നൈറ്റി ചേച്ചി ഞാൻ തന്നെയാണ്. അപ്പൊ അവരെന്റെ ചാനലിന്റെ പേരൊന്നും അവരുടെ ലൈവിൽ പറയത്തില്ല. എന്റെ ചാനലിന്റെ പേര് അവരുടെ ലൈവിൽ പറഞ്ഞാൽ അത് എന്റെ ചാനലിൽ ഒരു പ്രൊമോഷൻ ആവത്തില്ല. അപ്പൊ എന്തായാലും എനിക്ക് ഇട്ടിരിക്കുന്ന പേര് നൈറ്റി ചേച്ചി എന്നാണ്. അപ്പൊ എന്നെ കുറിച്ച് അവരുടെ ലൈവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. അപ്പൊ എന്തായാലും ഞാൻ കമ്പ്യൂട്ടറിലാണ് അവരുടെ ലൈവ് വെച്ചിരിക്കുന്നത്. ലൈവിന്റെ വീഡിയോ അത് കേട്ടോളൂ കേട്ടോ, എല്ലാരും കേട്ടോളൂ. അയ്യോ എനിക്ക് 2000 തരുമോന്ന്? സോറി, എന്നോട് കടം ചോദിക്കുന്നതും ഞാൻ കൊടുക്കുന്നതും ശിക്ഷാർഹമാണ് കേട്ടോ. കാരണം ഞാൻ എന്റെ തുണി ഊരിയുള്ള വീഡിയോ കണ്ടിട്ടാണ് ഞാൻ കാശ് ഉണ്ടാക്കുന്നതെന്ന് സ്വതവേ 1-2 ചേച്ചിമാര് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചേച്ചിമാര്, നിങ്ങൾ എന്നോട് ലൈവിൽ വന്ന് ഇങ്ങനെ ക്യാഷ് ചോദിക്കരുത്, ഞാൻ തരത്തില്ല. കാരണം ഞാൻ തുണിയില്ലാതെ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് ദയവ് ചെയ്ത് എന്നോട് ക്യാഷ് ചോദിക്കരുത്, ഞാൻ ആർക്കും തരുന്നില്ല. കാരണം അത് എനിക്ക് മാത്രം അവകാശമുള്ളതാണ്. കാരണം ഞാൻ തെറി കേട്ടുണ്ടാക്കുന്ന പൈസയാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ അത് തരത്തില്ല. കേട്ടല്ലോ. അതായത് നമ്മുടെ നിമിഷ ചേച്ചി ഇങ്ങനെ വന്നിരുന്ന് 1-2 മണിക്കൂറൊക്കെ ലൈവ് ചെയ്ത് ഉണ്ടാക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ്. അതൊക്കെ അങ്ങനെ കണ്ണി കണ്ടവർക്കൊക്കെ കൊടുക്കാൻ പറ്റുമോ? എന്നിട്ട് നിമിഷ ചേച്ചി പറയും, ഞാൻ അവിടെ ചാരിറ്റി ചെയ്യുന്നുണ്ട്, ഞാൻ ഇവിടെ ചാരിറ്റി ചെയ്യുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുന്നു. പുള്ളിക്കാരി ഇങ്ങനെ ഭർത്താവുമായിട്ട് അടിച്ചു പൊളിച്ച് ഓരോ സ്ഥലങ്ങളിലൊക്കെ നടക്കുവാണ്. പുള്ളിക്ക് എന്താ വല്ല ശരീരം ആണെങ്കിൽ വല്ലതും ചെയ്യണോ? ഒരു യൂട്യൂബ് ചാനലും ഉണ്ട്, അതിൽ വന്നിരുന്നിട്ട് മോഡേൺ ഡ്രസ്സ് ഇട്ട് വന്നിരുന്നിട്ട് കുറച്ച് ഇക്കിളി കൊള്ളിക്കുന്ന വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണാനായിട്ട് നമ്മുടെ കേരളത്തിൽ കുറച്ച് ആണുങ്ങളും ഉണ്ട്, കുറച്ച് പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ. ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടും കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ എന്നെ വന്നിട്ട് കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അതെല്ലാം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ അവരുടെ ലൈവ് ഏകദേശം 1 മണിക്കൂറും 28 മിനിറ്റും ഉണ്ടായിരുന്നു അവരുടെ ഇന്നത്തെ ലൈവ് കേട്ടോ. അപ്പൊ അതിൽ എന്നെ കുറിച്ച് കുറച്ച് ഭാഗങ്ങളിൽ അവർ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാം. ഇപ്പൊ 2-3 ദിവസം അവരുടെ ലൈവിൽ എന്നെ കുറിച്ച് പറയുന്നുണ്ട്, നൈറ്റി ചേച്ചി. അപ്പൊ കുറെ ആൾക്കാർ അവരുടെ ലൈവ് കണ്ടിട്ട് കമന്റ് ഇട്ടു, ഏതാ ഈ നൈറ്റി ചേച്ചി, ആരാ ഈ നൈറ്റി ചേച്ചി? അവരുടെ ആ നൈറ്റി ചേച്ചിയുടെ വീഡിയോ ഒന്ന് കാണണമെന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിലെ നിമിഷ ചേച്ചി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുത്തിക്കഴപ്പാണെന്നാണ് നമ്മുടെ നിമിഷ ചേച്ചി പറയുന്നത്. അപ്പൊ എന്നെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പൊ എന്തായാലും കേട്ടോളൂ. അടുത്ത എന്നെ കുറിച്ച് പറയുന്ന ഒരു വാക്കും കൂടെ ഞാൻ, ഒന്നല്ല കുറച്ച് കാര്യങ്ങളുണ്ട്, കേൾപ്പിച്ചു തരാം കേട്ടോ, കേൾപ്പിച്ചു തരാം. നമ്മൾ ഒരിക്കലും പബ്ലിസിറ്റി കൊടുക്കാൻ പാടില്ല. അത് റീച്ച് കുറവുള്ളതിന്റെ ഒരു കുത്തിക്കഴപ്പ് എന്നൊക്കെ പറയില്ല, ആ ഒരു ഇതിന്റെയാണത്. പ്രായത്തിന്റെ കുഴപ്പമില്ല. നൈറ്റി ചേച്ചിയല്ലേ? ആ ചേച്ചിയുടെ വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു. നമ്മളെല്ലാ ട്രോളും കാണുന്നുണ്ട്. 25-30 ട്രോള് വന്നിട്ടുണ്ട്. പിന്നെ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ, പറയാത്ത കാര്യങ്ങൾ, പണ്ടത്തെ വീഡിയോസിലൊക്കെ അതുകൊണ്ട് നല്ല റീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും എല്ലാ വീഡിയോസും കയറി കാണുന്നതുകൊണ്ട് എനിക്ക് നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല പബ്ലിസിറ്റി എനിക്ക് കിട്ടി. അതിനൊക്കെ ട്രോളന്മാരോടൊക്കെ താങ്ക് യു സോ മച്ച്. അതില് അന്നയോട്, നമ്മുടെ ആങ്കർ അന്നയോട് എന്തായാലും താങ്ക്സ് പറയണം. അതുപോലെ ആ ഇന്റർവ്യൂ എടുത്ത ആ ടീംസിനോട് താങ്ക്സ് പറയണം. കാരണം നമ്മൾ നല്ല റീച്ച് ആയില്ലേ, പിന്നെ എന്ത് വേണോടെ? പിന്നെന്താണ്, പിന്നെ എല്ലാവരും എന്റെ അത്ര ധൈര്യം പോലും ഇതിനകത്തിരിക്കുന്ന പല ആൾക്കാർക്കും ഇല്ല പറയാൻ. അപ്പൊ കേട്ടില്ലേ നമ്മുടെ നിമിഷ ബിജു ചേച്ചി എന്നെ കുറിച്ച് പറഞ്ഞ നൈറ്റി ചേച്ചി. എനിക്ക് പുതിയ പേരിട്ടു. അപ്പൊ എന്റെ ചാനലിന്റെ പേര് അങ്ങോട്ട് SRKT വേൾഡ് എന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് നൈറ്റി ചേച്ചി എന്ന് ഇട്ടാലോ എന്ന് ഞാൻ അങ്ങോട്ട് ആലോചിക്കുക. കാരണം എന്താ പറയാ, അപ്പൊ വീണ്ടും നമ്മുടെ നിമിഷ ചേച്ചി നൈറ്റി ചേച്ചിയെ കുറിച്ച്, അതായത് എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കുറച്ച് വാക്കുകളൂടെ ഉണ്ട് കേട്ടോ. അതുകൂടെ ഒന്ന് കേട്ടോളൂ. എന്നിട്ട് നമുക്ക് വളരെ വിശദമായിട്ട് ഇന്ന് നമ്മുടെ നിമിഷ ചേച്ചിയെ കുറിച്ച് പറയാനുണ്ട്. പ്രശാന്ത്, ഓക്കെ നിമിഷ, മെസ്സേജ് ഇട്ട് വായിച്ചില്ല, ലൈവ് നടക്കട്ടെ. ആ മെസ്സേജ് ഞാൻ ഇങ്ങനെ വായിച്ചു വരുന്നുള്ളൂ ചേട്ടാ. എല്ലാവരുടെ മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുക്കുവേ. വല്ലാത്തൊരു നൈറ്റി ചേച്ചി എന്ന് ലൈവില് കേൾക്കാം. പേര് ഞാൻ പറയില്ല, നൈറ്റി ചേച്ചി സൂപ്പറാ. നൈറ്റി ചേച്ചി ഇങ്ങനെ ഇരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭയങ്കര സംസാരമൊക്കെ. പക്ഷെ എന്തോന്നാ പറയുന്നതെന്ന് അവർക്ക് തന്നെ വെളിവും ബോധമില്ലാത്തൊരു സാധനം. ഞാൻ എന്റെ ലൈവ് എടുത്തിട്ട് ട്രോളുന്ന ആൾക്കാരോട് ഞാൻ ഇതിനകത്ത് നല്ല നെഗറ്റീവും പറയുന്നുണ്ട്, പോസിറ്റീവും പറയുന്നുണ്ട്. എന്റെ പോസിറ്റീവ് എന്താണ് എടുക്കാത്തേ?
അഥവാ എന്തിരിക്കുന്നു ഏറ്റവും നല്ല പോസിറ്റീവ്? എക്സ്പോസ് ആയിട്ട് ഞാൻ ഇരിക്കുന്ന ഭാഗം മാത്രം എന്തിനാണ് ഇത് എടുത്തിരുന്നത്? ഇന്നിപ്പോ ഞാൻ ഇരിക്കുന്ന നോർമൽ കോസ്റ്റ്യൂമില്ല. ഇതൊന്നും എന്താ ആരും എടുത്ത് ട്രോളാത്തെ? ട്രോളുമല്ലോ. ഇതൊന്നും ആരും ട്രോളുന്നില്ല, ഇതിനെപ്പറ്റി ആർക്കും വീക്ഷിക്കാനും ഇല്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം നല്ല കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്, അതൊന്നും എടുത്ത് ആരും എന്താ പറയാത്തെ? അപ്പൊ നമ്മളെ സപ്പോർട്ട് ആരും തരത്തില്ല. എല്ലാവർക്കും നെഗറ്റീവ് ആണ് ഇഷ്ടം. അതാണ് എല്ലാവരും നെഗറ്റീവിന്റെ പുറകെ പോകുന്നത്, അല്ലെ? ശരിയല്ലേ? അതെ അതെ അതെ. ഇപ്പൊ എന്നോട് 1-2 പെങ്കൊച്ചു കേട്ടോ, അവള് ആര്യ എന്നാ പേര്, അവൾ എന്നോട് പറഞ്ഞു. അപ്പൊ നമ്മുടെ നിമിഷ ചേച്ചി പറയുന്നത് കേട്ടില്ലേ, പുള്ളിക്കാരിയുടെ നെഗറ്റീവ് മാത്രമാണ് എല്ലാരും പറയുന്നത്. എന്തുകൊണ്ട് ആരും അവരുടെ പോസിറ്റീവ് പറയുന്നില്ല എന്ന് അവര് ചോദിക്കുന്നത്. അവർക്ക് എന്ത് പോസിറ്റീവാ ഇരിക്കുന്നത്? ഇമ്മാതി വേഷം കെട്ടും കാണിച്ച് അവിടവും കാണിച്ച് ഇവിടവും കാണിച്ച് വന്നിരുന്നിട്ട് വീഡിയോ ചെയ്യുന്ന ഇവരെ നമ്മൾ പിന്നെ എന്തോ ചെയ്യണം? പൂവിട്ട് പൂജിക്കണോ? നാണം കെട്ടവള്. അവൾ എന്നിട്ട് വന്നിരുന്നിട്ട് എന്നെ കളിയാക്കുന്ന. അവൾക്ക് എന്റെ ചാനലിന്റെ പേര് പറയാൻ അവൾക്ക് ധൈര്യമില്ല. കാരണം ആൾക്കാരെല്ലാരും കൂടെ വന്നിട്ട് എന്റെ ചാനലിൽ വന്ന് കയറി കാണും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവൾക്ക് നാണോ ധൈര്യം ഒന്നുമില്ലാത്ത, ഉളുപ്പില്ലാത്തൊരു ജന്തുവാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ ഓർത്തു, ഇവളെന്തായാലും ഒന്നും ചെയ്യാതെ വന്നിരുന്ന്, ദേഹം അനങ്ങാതെ വന്നിരുന്ന് ഇങ്ങനെയുള്ള മോഡേൺ ഡ്രസ്സ് ഇട്ട് വന്നിരുന്നോണ്ട് 1-2 മണിക്കൂർ അങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അവക്ക് മില്യൺ കണക്കിന് വ്യൂസ്. എന്നാ പിന്നെ അതെടുത്തിട്ട് പ്രതികരിച്ചിട്ട് എനിക്കും വ്യൂസ് ഉണ്ടാക്കാൻ നോക്കി. എന്തായാലും ഇവളുടെ ഭർത്താവിനെ പോലെ എന്റെ ഭർത്താവിന് വിലയും കൂലിയൊന്നും ഇല്ലാതെ ഇതിന്റെ പുറകെ നടക്കില്ലല്ലേ. എന്റെ ഭർത്താവ് നല്ല അന്തസ്സുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. പിന്നെ എനിക്കൊരു വരുമാനം ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോഴാണ് ഇവളെ പോലെയുള്ളവളുമാരുടെ ഓരോ വേണ്ടാധീനങ്ങൾ. അപ്പൊ നമ്മൾ അതിന് പ്രതികരിക്കണ്ടേ? അപ്പൊ എന്തായാലും ഇവളെ പോലെ വീഡിയോ ചെയ്യുന്ന വേറെ ഉണ്ട്, നിഷാന, അഞ്ജിത. ഇപ്പൊ ഒരുപാട് പേര് എനിക്ക് അവരുടെയൊക്കെ പേര് പറഞ്ഞു തന്നു. ചേച്ചി ഈ നിമിഷ ബിജുവിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരാ, നിഷാനെ കുറിച്ചും അഞ്ജിത നായരെ കുറിച്ചും ഒക്കെ പറയണം ചേച്ചി. ഇവളുമാരൊക്കെ തുരത്തണം, ഇവളുമാരെ കൊണ്ട് ശല്യാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അമ്മമാരും അതുപോലെ ഒരുപാട് ആൾക്കാരും വന്നിട്ട് എന്റെ കമന്റ് ബോക്സിൽ വന്നൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു, ഇവക്ക് ഇച്ചിരി എല്ല് കൂടുതൽ, ഈ നിമിഷ ബിജുവിന് ഇച്ചിരി എല്ല് കൂടുതലാണ്. നമ്മളെ എന്താ പറയാ, അവളുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതൊന്നും അവൾക്ക് പറ്റിയില്ല. ഞാൻ അവളെ കുറിച്ച് പറഞ്ഞത് അവൾക്ക് കുറച്ച് അങ്ങോട്ട് കൊണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്നെ ഭയങ്കര പുച്ഛത്തോടു കൂടി നൈറ്റി ചേച്ചി, എന്താടി നൈറ്റിക്ക് ഒരു കുഴപ്പം? നിന്നെ പോലെ തുണിയില്ലാതെ വന്ന് വീഡിയോ എടുക്കണോ? അതിന് നിന്റെ വീട്ടുകാരും നിനക്കുവേ പറ്റത്തുള്ളൂ, അല്ലാതെ ഒരു പെണ്ണുങ്ങൾക്കും പറ്റത്തില്ല. പിന്നെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പേര് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ ഈ പരിപാടികൾ ചെയ്ത് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന ആദ്യത്തെ ഒരു വ്യക്തി നീയാണ്. ഇപ്പൊ നീയാണ് ഈ നിഷാനെ കാട്ടി അതുപോലെ തന്നെ അഞ്ജിതനെ കാട്ടിയൊക്കെ തിളങ്ങി നിൽക്കുന്നത്. നിന്റെ 1-2 ലൈവ് കൊണ്ട് തന്നെ, അതായത് ഒരു ദിവസം നീ മിനിമം 2 ലൈവ് എങ്കിലും വരും. ആ ഒരു 2 ലൈവ് ഒക്കെ 1-2 മണിക്കൂർ ഉണ്ടാവും. അത് മില്യൺ കണക്കിന് ആൾക്കാരെ കാണുന്നത്. അത് എന്തുകൊണ്ടാണ് കാണുന്നത്? നീ ഇങ്ങനെ വന്നിരുന്ന് കാണിക്കുന്നത് കൊണ്ടാണ് കാണുന്നത്. അപ്പൊ ഇത് കണ്ട് ആസ്വദിക്കുന്ന കുറച്ച് ആൾക്കാരാണ് വന്നിട്ട് നിന്നെ സുഖിപ്പിക്കുന്നത്. ചേച്ചി ധൈര്യമായിട്ട് വീഡിയോ ചെയ്തോളൂ, ചേച്ചിക്ക് ഞങ്ങൾ സപ്പോർട്ട് ഉണ്ട്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എണ്ണങ്ങൾ വന്നിരുന്ന് നിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നീ ഒന്ന് ചിന്തിക്കുക, കുടുംബത്തിൽ നിന്നുള്ള ഓരോ ചേച്ചിമാരോ അല്ലെ അമ്മമാരൊക്കെ നിന്നെ കുറിച്ച് പറയുന്ന വാക്കുകൾ കേട്ടുണ്ടല്ലോ, എന്റെ പൊന്നെ, നിന്റെ പെറ്റ തള്ള സഹിക്കത്തില്ല. അമ്മാതിരി വാക്കുകളാണ് പറയണത്. എന്തായാലും എന്റെ വീഡിയോ എന്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ എന്നെ ചീത്ത പറയാൻ തക്ക, അല്ലെങ്കിൽ എന്നെ ഇതുപോലത്തെ നെഗറ്റീവ് പറയാം അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും നമ്മുടെ ഒന്നും ചാനലിൽ നിന്ന് കിട്ടത്തില്ല. നിന്നെ എന്തുകൊണ്ട് എല്ലാവരും നെഗറ്റീവ് പറയുന്നു? നീ അമ്മാതിരി വീഡിയോസ് ആണ് നിന്റെ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിന്റെ ഓരോ ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അയ്യോ തൊലി ഉരിഞ്ഞു പോകുക. അതുപോലത്തെ ഷോർട്ട് വീഡിയോസ് ആണ് നീ ചെയ്യുന്നത്. എന്നിട്ട് നിന്നൊക്കെ ഒരു വക്കാലത്ത് പറയുന്നത് എന്റെ ഭർത്താവ് എന്റെ കുടുംബം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ എനിക്കെന്താ? പബ്ലിക്കായിട്ട് വന്നിരുന്ന് ഇങ്ങനെ യൂട്യൂബിൽ ലൈവ് ഇടുമ്പോൾ ആൾക്കാർ പ്രതികരിക്കും. അപ്പൊ പ്രതികരിക്കാൻ കണ്ടിട്ട് കുരു പൊട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ എന്തായാലും എന്നെ കുറിച്ച് ഈ നൈറ്റി ചേച്ചി എന്ന് ഇത്ര ആക്കി എനിക്ക് കുത്തിക്കഴപ്പാണെന്നല്ലേ നീ പറഞ്ഞത്. അപ്പൊ നിനക്ക് എന്തോ പറയണ്ടേ? എനിക്കതാണെങ്കിൽ അതിനും എത്രയോ വലിയ അസുഖമാണ് നിനക്ക്. ഇപ്പൊ നിന്റെ ലൈവിൽ തന്നെ വന്നിരുന്നിട്ട് എന്തോ ഒരാൾക്കാരാ നിന്നോട് അത് കാണിച്ചു തരുമോ ഇത് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുന്നത്. കാരണം എന്തുകൊണ്ടാ? നീ ഇങ്ങനെ വന്നിരിക്കുമ്പോഴത്തേക്കും കാണുന്നവർക്ക് തോന്നും നീ ആ ഒരു ടൈപ്പ് ആളാണ്, നീ എല്ലാത്തിനും വില്ലിങ് ആയിട്ടുള്ള ഒരാളാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ആൾക്കാർ വന്നിരുന്നിട്ട് നിന്നോട് അതും ഇതും ഒക്കെ ചോദിക്കുന്നത്. എന്നിട്ട് അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇപ്പൊ കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് നമ്മുടെ നിമിഷ ചേച്ചി ഇങ്ങനെ കമന്റിനോടൊക്കെ പ്രതികരിക്കാൻ തുടങ്ങിയത്. കാരണം വേറെ ഒന്നുമല്ല, എന്റെ ആ ഒരു റിയാക്ഷൻ വീഡിയോ അങ്ങോട്ട് ഏറ്റിട്ടുണ്ട്. കാരണം ഇനി ഞാൻ മാത്രമല്ല, ഇതുപോലെ കുറെ ചേച്ചിമാര് വരുന്നുണ്ട് നിന്റെ റിയാക്ഷൻ വീഡിയോ ആയിട്ട്. നിന്നെ കെട്ടിക്കാൻ തന്നെയാണ് എല്ലാവരും തീരുമാനിച്ചത്. കാരണം നീ മാന്യമായിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ച് വന്നിരുന്നിട്ട് ലൈവ് ചെയ്യുക, അതിന് നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. പിന്നെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാർ വന്നിരുന്നിട്ട് പറയും ചേച്ചി പേടിക്കുന്ന ചേച്ചി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും, അങ്ങനെയൊക്കെ കമന്റ് ഇടുന്നത് ഒന്ന് പ്രായക്കാരായ കുറച്ച് ആൾക്കാർ, പിന്നെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ. കാരണം അവർക്കൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ കണ്ട് ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
അപ്പൊ എന്തായാലും ഞാൻ അങ്ങനെ ഇത് വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല മോളെ. ഇതിനെക്കുറിച്ചുള്ള വശങ്ങളെ കുറിച്ചൊക്കെ ഞാൻ അങ്ങനെ ആലോചിക്കുവാണ്. എന്താണ് ഇതിന് ഇങ്ങനെ വീഡിയോസ് ചെയ്താൽ, അതായത് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ലൈവ് ഒക്കെ ചെയ്തു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ അങ്ങനെ ആധികാരികമായിട്ട് ഒന്ന് ആലോചിക്കാൻ പോവാ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ വീഡിയോസ് ഒക്കെ എടുത്ത് എന്താ പറയാ, എന്റെ ചാനൽ എടുത്ത് നോക്കി അറിയാം, കൂടുതലും ബിഗ് ബോസിന്റെ റിവ്യൂസ് അതുപോലെ തന്നെ ഓരോ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ നിമിഷ ബിജോയുടെ ചാനൽ കണ്ട് അങ്ങനെ ലൈവ് കണ്ടപ്പോ എനിക്കത് ബോറായിട്ട് തോന്നി. അപ്പൊ അത് തന്നെ ഇവരുടെ ലൈവിലൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ബാഡ് കമന്റ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് പോയി നല്ല ഡ്രസ്സ് ഇട്ടുകൂടെ, അങ്ങനെ ഇങ്ങനെ ചുരിദാറൊക്കെ ഇട്ട് വന്ന് ഇടുന്നുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ് ഇടുമ്പോഴത്തേക്ക് ഇവര് കമന്റ് ഇടുന്നവരെയൊക്കെ പൂരെ ചീത്ത പറഞ്ഞ് ഓടിക്കും. അപ്പൊ എന്തായാലും ഞാൻ ഓർച്ചു, അങ്ങനെയാണ് പിന്നെ നമുക്ക് എന്തുകൊണ്ട് ഇത് റിയാക്ട് ചെയ്തുകൂടാ. ഇവക്ക് വന്നിരുന്ന് ഇമാതിരി വൃത്തികേട് കാണിച്ച് വ്യൂസും ഉണ്ടാക്കി ആൾക്കാരെ എന്താ പറയാ സബ്സ്ക്രൈബേഴ്സിനെയും കൂട്ടി ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് അത് എന്തുകൊണ്ട് പ്രതികരിച്ചുകൂടാ. അപ്പൊ എന്തായാലും ഇന്നും ലൈവിൽ അവള് പറഞ്ഞു, നൈറ്റി ചേച്ചി എന്റെ 2-3 വീഡിയോസ് ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്തു, പക്ഷെ ഒന്നിനും വ്യൂ ഇല്ലെന്ന്. വ്യൂ വേണ്ട, എനിക്ക് വ്യൂ വേണ്ട. ഞാൻ എന്തായാലും ഇത് ഇനിയിപ്പോ നമ്മുടെ നിമിഷ ബിജോയുടെ പുറകെ തന്നെ ഞാനുണ്ട്. എന്തൊക്കെ ലൈവ് ഇടുന്നു, മോളുടെ ലൈവ് എല്ലാം ഞാൻ തച്ചിനിരുന്ന് കാണുന്നുണ്ട്. നീ എന്തൊക്കെ പറയുന്നുണ്ട്, നിന്റെ കമന്റിൽ ആരൊക്കെ എന്തൊക്കെ ഇടുന്നുണ്ടെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഇന്നലെ രാത്രിയിലെ ലൈവില് ഒരു ചെറുക്കൻ ഒരു 2000 സംതിങ് രൂപ ഇവക്ക് സൂപ്പർ ചാറ്റ് വഴി അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് ഇവളെ എരന്ന് ചോദിക്കും ആൾക്കാരോട്, എല്ലാരും സൂപ്പർ ചാറ്റ് ചെയ്യണം കേട്ടോ, നാണമുണ്ടോ നിനക്ക്, സത്യം പറഞ്ഞാൽ നാണമുണ്ടോ മോളെ, ഇങ്ങനെ വന്നിരുന്ന് എരന്ന് കാശ് ഉണ്ടാക്കാനായിട്ട്. ഇതൊന്നും ഒരുപാട് നാളെ നിലനിൽക്കുമെന്ന് മോള് വിചാരിക്കേണ്ട കേട്ടോ. ഇതൊന്നും കൊണ്ട് ഒരുപാട് അങ്ങോട്ട് ഉയർന്നു പോകാനൊന്നും വിചാരിക്കേണ്ട. നീ സത്യസന്ധമായിട്ട് നല്ല രീതിയിൽ വീഡിയോസ് ചെയ്ത് യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തേനെ. പക്ഷെ ഇത് ഇമ്മാതിരി വൃത്തികേട് കാണിച്ചിരുന്ന് കാശ് ഉണ്ടാക്കുന്നതും പോരാ, എന്നിട്ട് അതിനെക്കുറിച്ച് ആരെങ്കിലും നെഗറ്റീവ് കമന്റ് ഇടുമ്പോൾ നെഗറ്റീവ് ഇടുന്നവരെ പൂര ചീത്തയും എന്താ നൈറ്റി ചേച്ചി അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു. അപ്പൊ എന്തായാലും ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് നൈറ്റി ചേച്ചിനെ മോള് പറയുന്നുണ്ടല്ലോ, എന്നെ കുറിച്ച് ഓർക്കുന്നുണ്ടല്ലോ. എനിക്ക് അത് മതി. നൈറ്റി ചേച്ചി എന്ന് പറയുന്ന എന്നെ കുറിച്ച് എന്റെ ചാനലിന്റെ പേര് പറയുന്നില്ലെങ്കിലും നൈറ്റി ചേച്ചി എന്ന് പറയുന്ന എന്താ ലൈവിൽ ഒരു പ്രാവശ്യമെങ്കിലും നൈറ്റി ചേച്ചിയുടെ കാര്യം പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഓർമ്മ നിനക്ക് ഇരിക്കണം. അപ്പൊ ഇനിയും ഇതുപോലുള്ള എന്റെ ഭാഗത്തു നിന്നുള്ള റിയാക്ഷൻ വീഡിയോസ് വരുന്നുണ്ട് മോളെ, നീ നോക്കി സൂക്ഷിച്ചൊക്കെ ഇരുന്നു. അപ്പൊ എന്തായാലും എന്നെ തകർക്കാനൊന്നും നോക്കണ്ട, എനിക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അപ്പൊ സ്വയം തകരാതെ നോക്കുക. അപ്പൊ നിങ്ങളുടേതായ രീതിയിൽ ലൈവ് ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ പുറകെ തന്നെ ഓരോ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഞാനും എങ്ങനെയെങ്കിലൊക്കെ കഞ്ഞി കുടിച്ച് പോട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഈ നിമിഷ ബിജോ എന്ന് പറയുന്ന ചേച്ചിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ നിമിഷ ബിജോ എന്ന് പറയുന്ന ആ ഒരു ചേച്ചിയെ ഇഷ്ടമല്ലാത്ത, വെറുക്കുന്ന, അവരോട് അറപ്പുള്ള എല്ലാ ആൾക്കാരും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യണം കേട്ടോ. ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ നിമിഷ ബിജോ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ ഇഷ്ടമല്ലാത്ത, അവരെ വെറുക്കുന്ന അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും ഈ വീഡിയോയ്ക്ക് കമന്റ് ചെയ്തില്ലെങ്കിലും ഒരു ലൈക്ക്, എല്ലാവരും ആ ലൈക്ക് ബട്ടൺ അങ്ങോട്ട് അടിച്ച് പൊട്ടിച്ചേക്ക്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും.